ഞങ്ങൾക്കെല്ലാം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, ഞങ്ങൾക്ക് വലിയ തർക്കമുണ്ട്, പരസ്പരം തർക്കിക്കുകയും ചെയ്യും. വ്യക്തമായ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. സ്മൃതിയുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഈ സമയം ഉപയോഗിക്കരുത്. ഞങ്ങൾ പറയുമ്പോൾ മാത്രം ഇത്ര ആവേശം കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ വേറെ ചർച്ചയൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് ഇടപെടാൻ വയ്യായിരുന്നു. ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ശ്രീമതി സ്മൃതി പരുത്തിക്കാടിന് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് കേട്ടോണ്ട് നിങ്ങൾ പോകണമെന്ന് ഞങ്ങളോട് പറയണം. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അല്ലാതെ ഡിബേറ്റിനാണ് വിളിക്കുന്നതെങ്കിൽ ഞങ്ങളോട് പറയുന്നത് കേൾക്കണം. ചോദ്യം ചോദിക്കാനല്ലേ? അങ്ങ് പറഞ്ഞതിനോടാണ് ഞാൻ വിശദീകരിക്കാൻ പറഞ്ഞത്. അങ്ങാണ് പറഞ്ഞത് ഈ 9 പേർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ എന്തിനാ ഇരിക്കുന്നത് ചോദിച്ചാൽ സ്മൃതിക്ക് ചോദ്യം മാത്രമേ ഉള്ളൂ. സ്മൃതിക്ക് ഉത്തരം കേൾക്കണ്ട. സ്മൃതി ഒരു ചർച്ചയ്ക്ക് ഉത്തരം കേൾക്കാൻ താല്പര്യമുള്ള ആളല്ല. സ്മൃതി ഈ മാധ്യമരംഗത്ത് ഇരുന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നതൂടെ കേൾക്കാൻ ശ്രമിക്കുമ്പോഴേ ഇത് ഡിബേറ്റായി മാറുകയുള്ളൂ. അല്ലാതെ സ്മൃതിയുടെ രാഷ്ട്രീയം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച് വിടാൻ ശ്രമിക്കരുത്. അത്ര അബദ്ധമൊന്നും കാണിക്കരുത്. ഞങ്ങൾക്കെല്ലാം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, ഞങ്ങൾക്ക് വലിയ തർക്കമുണ്ട്, പരസ്പരം തർക്കിക്കുകയും ചെയ്യും. വ്യക്തമായ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. സ്മൃതിയുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഈ സമയം ഉപയോഗിക്കരുത്.